ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഡെനാങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 5:30. നമ്മുടെ ഫ്ലൈറ്റ് 7:25 അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തി. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു മെയിൽ വന്നു, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലേറ്റായിട്ട് വരികയാണെങ്കിൽ പണി കിട്ടുമായിരുന്നു. ശരിക്കും റൈറ്റ് ടൈമാണ്. പിന്നെ ഇന്ന് പോകുന്ന ഡെനാങ്ങിൽ 8:30-9 മണിയാകുമ്പോൾ ഡെനാങ്ങിലെത്തും. പിന്നെ അവിടെയാണ് ഇന്നും നാളെയും ഡെനാങ്ങിലാണ് നമ്മളെ കറക്കം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഇവിടെ എത്തിയതാണ്. ഇവിടുത്തെ ബോർഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വലിയൊരു സ്ട്രോങ് സെക്യൂരിറ്റി ചെക്കൊന്നുമില്ല. ഒരു സാധാ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗേറ്റ് 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്സ്റ്റെയറാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ബാക്കി 16 തൊട്ടിട്ടൊക്കെ ഉള്ള ഗേറ്റ് താഴെയാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ വെയിറ്റ് ചെയ്യണം. നമ്മളെ കൂടെ നമ്മളെ ബോസ് മനോഹർജി ഉണ്ട്. ഇവരെന്തോ കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡെനാങ്ങിൻ്റെ വീഡിയോകളാണ്. നമ്മൾ ഫ്ലൈറ്റ് വരുന്നവരോട് വെയിറ്റ് ചെയ്യണം എന്തായാലും. ഓക്കെ, എൻ്റെ വീഡിയോയിലേക്ക് പോകും. ഇപ്പോൾ സമയം 4:30 കേട്ടോ. ഞങ്ങളൊരു 4-4:15 റൂം വെക്കേറ്റ് ചെയ്തു. കാരണം ഇവിടെ ഒരു അരമണിക്കൂറുണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക്. അപ്പോൾ ശരിക്കും നമ്മളെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. പക്ഷേ റെസ്റ്റോറൻറ്റ് ഓപ്പണിങ് 6 to 10 ബ്രേക്ക്ഫാസ്റ്റ് ടൈം. പക്ഷേ അത് ഞങ്ങൾ തലേന്ന് കൗണ്ടറിൽ പറഞ്ഞു ഞങ്ങൾ നേരത്തെ വെക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്കുള്ള കിറ്റ് അവർ 4 മണിക്ക് തന്നെ റൂമിൽ തന്നിട്ടോ. നല്ല സർവീസ്, നല്ല ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. നല്ല സർവീസുള്ള ഹോട്ടലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇപ്പോൾ സമയം ഏകദേശം 5:10 ഇനിയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള ബാക്കി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഡൊമസ്റ്റിക് ടെർമിനലിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് ഡെനാങ്ങിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ നമ്മളെ ബോർഡിങ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബോർഡിങ് പാസ് കിട്ടി. നമ്മളിപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇപ്പോൾ അത്യാവശ്യം 7-7:30 സമയമായിട്ടോ, നേരം വെളുത്ത്. അങ്ങനെ നമ്മൾ ഹോച്ചിമിൻ സിറ്റിനോട് ബൈ പറഞ്ഞു. നമ്മളെ ഫ്ലൈറ്റ് ഇത് മൂവ് ചെയ്തിട്ടുണ്ട്. കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഹോച്ചിമിൻ സിറ്റി കാണും കേട്ടോ. നമുക്ക് അടിപൊളി ഒരു സിറ്റി തന്നെയായിരുന്നു ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നദികളും എല്ലാം കൂടിയായിട്ട് അടിപൊളി നല്ല സൗന്ദര്യമുള്ളൊരു സിറ്റി തന്നെയാണ് അത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോച്ചിമിന്ന് പോയിട്ട് നമ്മളിപ്പോൾ ഡെനാങ്ങിൻ്റെ മുകളിലെത്തിയിട്ടു. ശരിക്കും 1 മണിക്കൂർ 5 മിനിറ്റ് യാത്രയുള്ളൂ ശരിക്കും. ഇനി നമുക്കുള്ളത് ഡെനാങ്ങിൽ ഇറങ്ങണം. ഇവിടെയൊക്കെ നല്ല മേഘങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എന്താ സ്ഥിതി എന്നറിയില്ല. മഴ ഉണ്ടാവുമോ, മേഘവും ആകാശമൊന്നും വേർതിരിച്ച് കാണുന്നില്ല. അത്രയും മേഘങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അങ്ങനെ ഡെനാങ് സിറ്റി നമുക്ക് താഴെ കാണാൻ ദൃശ്യമായി വരുന്നുണ്ട് കേട്ടോ. ഡെനാങ് സിറ്റി ഇവിടെ നേരത്തെ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയെ കൊണ്ട് പറഞ്ഞ മാതിരി കുറേ നദികളൊക്കെ നമുക്കിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ശരിക്കും പറയുന്ന നദികളും ബീച്ചുകളും ഉള്ള ഒരു സുന്ദര നഗരമാണ്, അല്ല രാജ്യമാണ് നമ്മളുടെ വിയറ്റ്നാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് താഴ്ന്ന് പറക്കാൻ തുടങ്ങി. പോണ്ടൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ വളരെ താഴ്ന്നു നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ കണ്ടില്ലേ, നിറയെ വെള്ളങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ല താഴ്ന്ന് നമ്മളുടെ എയർപോർട്ടിൻ്റെ റൺവേയിൽ തൊട്ടുണ്ട്. റൺവേ തൊടുമ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ പിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ ലീഫിൽ വരുന്ന മാറ്റങ്ങൾ കാണാം കേട്ടോ. ഈ ചിറകിൽ വരുന്ന ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് കേട്ടോ. നല്ല മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇതിങ്ങനെ തുറന്ന് പിടിക്കുമ്പോൾ നല്ല ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഡെനാങ്ങിൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡെനാങ്ങിൻ്റെ മണ്ണിലേക്ക് എത്തിയല്ലോ. ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ടെർമിനലിലേക്ക് ബസ്സിന് പോകണം. ബസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, VietJet. ഇവിടെ ഇനി നമുക്ക് വേറെ താമസമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇനി ഡൊമസ്റ്റിക് യാത്രകളല്ല, വേറെ സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. ലഗേജും ഇല്ല നമുക്ക്. നമ്മുടെ ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേഗം പുറത്തേക്ക് ഇറങ്ങാം. അത്യാവശ്യം ഈ ഫ്ലൈറ്റിൽ വന്ന ആളുകൾ തന്നെയാണ് കേട്ടോ ഇത്. നല്ലൊരു എയർപോർട്ട് തന്നെ ഡെനാങ്ങും. കുറച്ച് പഴക്കം തോന്നിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അത്യാവശ്യം വെളിച്ചങ്ങളൊക്കെ ഉള്ള നല്ലൊരു എയർപോർട്ട് തന്നെ ഡെനാങ് എയർപോർട്ട്. ഞാൻ ഈ നല്ലതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഏകദേശം നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടൊക്കെ ആയിരിക്കും കേട്ടോ.
ഒരു ടാക്സി ഏർപ്പാടാക്കിട്ടോ. നമ്മളിതാ കിയാൻ്റെ ഒരു വണ്ടിയാണ് വന്നിരിക്കുന്നത്. വന്നതല്ല, നമ്മളിവിടുന്ന് വിളിച്ചത്. 2000 VND 200 VND എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 800 രൂപ വരും. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക്. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. ചെറിയ പേശലൊക്കെ ഇവിടെ നടക്കൂട്ടോ. ടാക്സിക്കാർ പറയുന്ന അതേമാതിരി നമ്മൾ കൊടുക്കണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അഡീഷണലായിട്ടൊക്കെ അവർ നമ്മളെ ടോളോ ഇവിടെയുള്ള ചാർജൊക്കെ അത് അഡീഷണൽ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. ഇപ്പോൾ ഓക്കെ, വലിയ കുഴപ്പമില്ല. നമുക്ക് നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് തന്നിക്കുന്ന കേട്ടോ പുള്ളി. പക്ഷേ അതിൽ കോപ്പിറൈറ്റ് പ്രശ്നം വരും, ഇതിങ്ങനെ റെക്കോർഡിങ് കോപ്പി ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു സിറ്റി തന്നെ കേട്ടോ. ഡനാങ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണുന്നത് നല്ലൊരു സിറ്റിയിലേക്ക് തന്നെയാണ്. നല്ല വൃത്തിയുള്ള റോഡുകളാണ്. പിന്നെ ഇവിടുന്ന് തന്നെ ഒരു 6-7 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മളുടെ ഹോട്ടലിലേക്ക്. ആ പോകുന്നതിനിടയ്ക്ക് തന്നെ അതാ നല്ലൊരു അണ്ടർപാസ്. ഇതിൻ്റെ മുകളിൽ കൂടി വേറെ കുറേ റോഡ്. ഇത് ഒത്തിരി ലെങ്ത്തിലുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള 6 വരി പാത. 2 വരി ഇവിടെ, 4 വരി പാത കേട്ടോ. 2 വരി ഇവിടെ ഉണ്ട്, 2 വരി അത് നേരെ ഓപ്പോസിറ്റ് സൈഡുണ്ട്. ഈ അണ്ടർപാസിൽ നിന്ന് കയറി എത്തുന്നത് വലിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം ഇവിടെ. നല്ല ലെങ്ത്തിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹൈവേ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. വലിയൊരു തിരക്കൊന്നും ഹൈവേയിൽ കാണുന്നില്ല. കാരണം നല്ല റോഡുകളായതുകൊണ്ട് അങ്ങനെ ബ്ലോക്ക് വരാനുള്ള സാധ്യതകളൊന്നുമില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നമുക്കിനി ഏകദേശം ഒരു 1-2 കിലോമീറ്റർ കൂടി ഉള്ളൂ നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് കിട്ടും. ഹോട്ടലിൽ എത്തിയിട്ട് വേണം. പക്ഷേ ചെക്കിങ്ങിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയില്ല. അങ്ങനെ ചെറിയൊരു ടൗണിലേക്ക്, കുറച്ച് തിരക്കുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തി. ഇവിടെ ഏകദേശം ഈ ഒരു ലൊക്കേഷനിൽ ഇവിടെ എവിടെയാണ് നമ്മളുടെ ഹോട്ടൽ കാണുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഫിനിക്സ് ഹോട്ടൽ. റിസപ്ഷനാണ് ഇവിടെ താഴെ തന്നെയുള്ള റിസപ്ഷൻ. ഇവിടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാം. ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. ഇതാണ് റിസപ്ഷൻ. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് 9th ഫ്ലോറിലാണ്. അങ്ങനെ നമുക്ക് റൂം അലോട്ട് ചെയ്ത് കിട്ടിയിട്ട് ഇവിടെ റൂമിൻ്റെ സമയം, ചെക്ക് ഇൻ സമയം 2 മണിയാണ്. ശരി, അപ്പോൾ ഈ 2 മണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 9:30, 10 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 2 മണി വരെ നമ്മൾ വെറുതെ നിൽക്കണം. പക്ഷേ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഏർലി ചെക്കിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് 15 ലക്ഷം, 1,50,000 വരെ VND കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ കണക്കൂട്ടുമ്പോൾ ഏകദേശം ഒരു 500 ആ ഒരു ലെവലിലാണ് വരിക. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ റൂം എടുത്തു. അപ്പോൾ ഞാൻ റൂം ഒന്ന് കാണിച്ചു. ഇതാണ് എൻ്റെ റൂമിൻ്റെ നമ്പർ 907. ഒരു ഭയങ്കര ബെഡാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം. പിന്നെ അപ്പുറത്ത് 2 സെറ്റ് ഉണ്ട്. പിന്നെ നല്ല സൗകര്യമുള്ള ഒരു ടേബിള്, ഒരു ചെയറ്, വലിയൊരു മിറർ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻ്റർകോം കണക്ഷൻ. പിന്നെ നമ്മൾ ലഗേജൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. കോംപ്ലിമെൻ്ററി ടീക്കുള്ള സാധനങ്ങളുണ്ട്. കെറ്റില്, വാട്ടറൊക്കെ ഇവർ വെക്കുന്നത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് 1/2 ഇല്ല തോന്നുന്നു. പിന്നെ ഡെൻ്റൽ കിറ്റ്, കോമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. പിന്നെ ഇതവിടെ വലിയൊരു വാർഡ്രോബുണ്ട്. വാർഡ്രോബിൽ ലോക്കറുണ്ട്, ഡ്രസ്സ് വെക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമുക്ക് കാണേണ്ടത് ടോയ്ലറ്റാണ്. അടിപൊളി, നല്ല വിസ്താരമുള്ള നല്ല അടിപൊളി ടോയ്ലറ്റ് കേട്ടോ. അവിടെ ഷാമ്പു വെച്ചിട്ടുണ്ട്. ടബിലൊക്കെ ഇവിടെ ഉണ്ട്. വാഷ് ബേസിൻ, ഗ്ലാസ്, ഹെയർ ഡ്രയർ, വലിയൊരു മിറർ. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. ഇതിൻ്റെ പേരാണ് സീ ഫിനിക്സ് ഹോട്ടൽ. ഡനാങ്ങിലെ സീ ഫിനിക്സ് ഹോട്ടലിലാണിത്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം.
വലിയ കുഴപ്പം കാണുന്നില്ല. നാളെ കാലത്ത് 6:30 ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് 6:30 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവിടുത്തെ പുറത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പോൾ നല്ലൊരു ലൊക്കേഷനിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഞാനതിൻ്റെ ഒന്ന് റെഡി ആവട്ടെ. ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി കേട്ടോ. കാരണം 2 മണിയാവും നമ്മളെ വണ്ടി വരാൻ, ടൂറിൻ്റെ വണ്ടി വരാൻ. അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ തന്നെയാണ് ഏകദേശം ഒരു 100 മീറ്റർ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ ബീച്ചുള്ളത്. അപ്പം ബീച്ചൊന്ന് കാണാൻ ഇറങ്ങിയതാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ നല്ല മഴക്കാറാണ്, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബീച്ച് കേട്ടോ ഇത്. ഇവിടെ മീൻപിടുത്താന്ന് തോന്നിട്ടോ. ഫിഷിംഗ് ആണ് മെയിനായിട്ടുള്ളത്. ഫിഷിങ്ങിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ കാണാം, വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണാം. പെനാങ്ങിൻ്റെ ആ സിറ്റി ഏരിയ ആണത്. പിന്നെ അപ്പുറം സ്റ്റാച്യു കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത് ലേഡി ബുദ്ധയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അത്ര അതിനെപ്പറ്റി അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ തെറ്റാണെങ്കിലും തിരുത്തണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കിട്ടിയ വിവരമാണ് ലേഡി ബുദ്ധ. നല്ല ബീച്ച്, നല്ല ക്ലിയർ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉച്ച സമയമാണ്, അതുകൊണ്ട് ആയിരിക്കും ആളില്ലാത്തത്. ഇതിൻ്റെ 2 സൈഡുമായിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് സൈഡായിട്ടുള്ളത് റിസോർട്ടുകളാണ്. ഇവിടെ ഒരാൾ കടലിൽ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ചൂണ്ടയിട്ട് കാത്തിരിക്കുകയാണ്. എന്താ കിട്ടുമോ നോക്കുക, കറക്കണുണ്ട്. ഇത് എത്ര ദൂരമാണെന്നറിയോ ഈ കയറ് പോയത്? ഈ കരയിൽ നിന്ന് എറിയുന്നതാ പുള്ളി. നമ്മൾ ആ റൂമിൽ നിന്ന് നോക്കി കാണുന്ന ആ ഒരു ഓടിട്ട ബിൽഡിങ്ങുകളാണ് ഇത്. ഇത് റിസോർട്ടാണ് കേട്ടോ. 2 ഭാഗമായിട്ട് റിസോർട്ടാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് നമുക്ക് ബീച്ചിലേക്കുള്ള റോഡ്. ഇതിലിങ്ങനെ നേരെ പോയാൽ ഇത് ഇവിടേക്ക് പോയാൽ അവിടെ ബീച്ചാണ്. അത്രയേ ഉള്ളൂ. ഈ റോഡിൻ്റെ എൻഡിൽ തന്നെയാണ് നമ്മളെ ഹോട്ടലുള്ളത്. അടിപൊളി റിസോർട്ടുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് കണ്ട മാതിരിയുള്ള അത്ര ഒരു ക്രൗഡ് ഇവിടെ കാണുന്നില്ല. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ നമ്മളൊരു ഹൈവേ സൈഡിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണുള്ളത്. ഇനി അതാണോ കാര്യം, സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുണ്ട് തോന്നുന്നത്. അതാണോ എന്നറിയില്ല. എന്തായാലും വൈകുന്നേരത്തേക്ക് നമുക്കറിയാം എന്താ ശരി എന്നുള്ളത്. ഹോട്ടൽ ഫിനിക്സ്, നമ്മൾ നിൽക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്, ഹോട്ടൽ ഫിനിക്സ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഏരിയയിൽ മൊത്തം ഹോട്ടലുകളാണ്, ഹോട്ടലുകളും റിസോർട്ടുകളുമാണ്. ഇതാണ് റിസോർട്ട് ആൻഡ് വില്ലാസ്, പ്രീമിയർ വില്ലാസ് ആണ് ഈ ഭാഗത്തേക്കുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം 2 മണി ആവാറായി. അപ്പോൾ 2 മണിക്കാണ് നമ്മളെ വണ്ടി വരിക. ഇന്ന് നമ്മൾ പോകുന്നത് ഹോയ് ആൻഡ് ടൂർ വിത്ത് മാർബിൾ മൗണ്ടെയിൻ ആൻഡ് കോക്കനട്ട് ബാസ്ക്കറ്റ് ബോട്ടിങ്. ഇതാണ് ഇന്നത്തെ. കാരണം ഇന്ന് 2 മണിയായില്ലേ, അത്രയൊന്നും ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 മണി ആവാറായി. 2 മണിക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്, എൻ്റെ ബോസ് കൂടെ ഉണ്ട്. അപ്പം ഇവിടുത്തെ ലഞ്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റായിട്ടാണോ എന്നറിയില്ല. ഞങ്ങൾ ഈ ലൊക്കേഷനിലൊന്നും വലിയൊരു ഹോട്ടലൊന്നും കണ്ടില്ല. അപ്പോൾ ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഇന്ന് നമ്മൾ ലഞ്ചായിട്ട് കഴിച്ചത്. കുറച്ച് റൈസ്. പക്ഷേ റൈസിന് നമ്മളെ നാട്ടിലുമായിട്ടുള്ള കറികളൊന്നും ഉണ്ടാവില്ല. 1-2 ഫ്രൈ സാധനങ്ങൾ എന്തെങ്കിലും തരും, അതിൽ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പച്ച ചോറ് തന്നെ കഴിക്കണം. അങ്ങനെ പരിചയിച്ചിട്ടുണ്ടെങ്കിൽ സുഖം. മസാലകളൊക്കെ നമുക്ക് അത്ര വലിയ വയറിന് നല്ല സുഖമുള്ള കാര്യമായിരിക്കില്ല. ഓക്കെ, അതിന് വണ്ടി വരാനായി തോന്നുന്നു. നോക്കട്ടെ, ഏതൊരു വണ്ടി പുറത്തുണ്ട്, നോക്കട്ടെ.